വത്തിക്കാൻ മ്യൂസിയത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ ചിത്രശേഖരങ്ങൾ വെച്ചെടുത്ത് ഒരു പ്രത്യേക ചിത്രമുണ്ട്. ലയനാർഡോ ഡാവിഞ്ചി വരച്ചൊരു ചിത്രമാണത്. ആ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതാണ്. ചിത്രത്തിലെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പത്രോസിനെയാണ്. പത്രോസിന്റെ കാലുകള് കഴുകുമ്പോൾ അത് അതരത്തോട് ചേർത്ത് ചുംബിക്കാൻ കർത്താവ് കുനിയുമ്പോൾ കർത്താവിന്റെ മുഖം ഈ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നുണ്ട്. ലയനാർഡോ ഡാവിഞ്ചി അതേക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന പ്രകാരമാണ്, ഇടയൻ കർത്താവിന്റെ മുഖഛായയുള്ളവനാണ്. ഞാൻ ആ അംബ്രോസ് പിതാവിനെ നോക്കുകയായിരുന്നു. ഷെയ്പ്പൊക്കെ മാറി, ഇപ്പൊ നല്ല കർത്താവിന്റെ ഇടയനടുത്ത എന്തൊരു പ്രസാദമാണ്. നന്നായിട്ട് പിതാവ് കുർബാന ചൊല്ലി പാട്ടുപാടി എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ ഈ കോട്ടമ്പുറക്കാർ മഹാഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് 3 പിതാക്കന്മാരെ കിട്ടിയിരിക്കുന്നേ, ഒന്നിനൊന്നും മെച്ചപ്പെട്ടവരാ. ആദ്യത്തേത് കല്ലറയ്ക്കൽ പിതാവ്, രണ്ടാമത്തേത് കാരിക്കശ്ശേരി പിതാവ്. ഇവരെ രണ്ടുപേരെയും കടത്തി വെക്കുന്നതാണ് ഇപ്പോഴത്തെ അംബ്രോസ് പിതാവ്. കോട്ടപ്പുറം രൂപത സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു കൂട്ടമാണ്. കോടീശ്വരന്മാരും വലിയ ധനാഢ്യന്മാരും ഒന്നും അല്ല ഇവിടെയുള്ളത്. നേരത്തെ അഷ്ടിക്ക് വേണ്ടി കഠിനമായിട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരെ അവർക്ക് തമ്പുരാൻ കൊടുത്ത ഒരു വലിയ ദാനമാണ് അഭിവന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ മെത്രാനിച്ചൻ. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട, പിതാവ് നിങ്ങൾക്ക് ഏറ്റവും ഹൃദ്യതയുള്ള നല്ലൊരു ഇടയനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. കോട്ടപ്പുറത്ത് ഒരുപാട് അച്ഛന്മാരെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ അവരോടൊക്കെ ചോദിച്ചു, പക്ഷെ അവർക്കാർക്കും അംബ്രോസ് പിതാവിനെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും പറയാനില്ല. സച്ച് എ പെർഫെക്റ്റ് ഷെപ്പേർഡ്. കർത്താവ് പറയുന്നത് പോലെ ബോനുസ് പസ്തോർ, നല്ല ഇടയൻ. ഞാൻ പിതാവിനോട് കോട്ടപ്പുറത്തിന്റെ പശ്ചാത്തലത്തിലെ 3 കൊച്ചു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഇഷ്ടപ്പെടുകയാണ്. ഈ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥൻ തോമസ് ലീഹയാണ്. തോമസ് ലീഹായുടെ വാക്കുകൾ പിതാവ് ഹൃദയത്തിൽ കോറി വെക്കണം. ലെറ്റ് us go and die for him. നമുക്ക് പോയി അവനോടുകൂടെ മരിക്കാം. പിതാവേ, ഈ ഹണിമൂണൊക്കെ ഇപ്പൊ കഴിയും കേട്ടാ. ഇനി പിതാവിന് ഒരുപാട് ഭാരങ്ങൾ എടുക്കേണ്ടി വരും. അന്നൊക്കെ പിതാവ് തളരാൻ പാടില്ല. പിതാവ് ഉറച്ച് വിശ്വസിക്കണം തോമസ് ലീഹ കൂടെയുണ്ടെന്ന്. മറ്റു ശിഷ്യന്മാര് ഭയപ്പെട്ടു മാറിയപ്പോൾ തോമസ് ലീഹ ചാടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ലെറ്റ് us go and die with him. നമ്മുടെ ജനങ്ങൾക്ക് ഒരുപാട് പാടുപീടകളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അവരുടെ മുൻപിലെ നല്ല ഇടയനാകാൻ കർത്താവ് തോമസ് ലീഹയുടെ മാധ്യസ്ഥം വഴി അംബ്രോസ് മെത്രാനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന. രണ്ടാമത്, നമുക്കറിയാം ഭാരതത്തില് തോമസ് ലീഹ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ സുവിശേഷം ഉഴുതുമറച്ച് വിതച്ചത് ഫ്രാൻസിസ് സേവ്യറാണ്. ഫ്രാൻസിസ് സേവ്യർ ഒരു മിഷണറി ആയിരുന്നു. ഫ്രാൻസിസ് സേവ്യർ എപ്പോഴും പറയുന്ന ഒരു അർത്ഥവാക്യമുണ്ട് ലത്തീനില്, ദാ മിഹി ആനിമാസ് ചത്തരെ തൊള്ളെ, ലോർഡ് ഗിവ് മീ ദ സോൾസ് ആൻഡ് ടേക്ക് അവേ എവറിതിങ്. ഞാൻ അംബ്രോസ് പിതാവിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ജനങ്ങളെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ടേക്ക് എവറിതിങ് ഫ്രം മീ ലോർഡ്, ഗിവ് മീ ദ സോൾസ്. ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ പള്ളിയിൽ വരുന്നവരൊക്കെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷെ അവർ മാത്രം പോരല്ലോ, വരാത്തവർ ഒരുപാട് നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ. പിതാവിനോട് ഞാൻ ഉപദേശം പറയുകയല്ല, പിതാവിന് നഷ്ടപ്പെട്ട ആടുകളുടെ പിറകെ പോകാനുള്ള ഒരു എക്സ്ട്രാ മൈല് പിതാവ് എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ എക്സ്ട്രാ മൈൽ ഫോർ ദ ലോസ്റ്റ് ഷിപ്പ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഒരമ്മയാണ് മദർ തെരേസ.
മദർ തെരേസ ഞങ്ങളോട് സെമിനാരിയിൽ വന്ന് സംസാരിച്ചപ്പോ നോബൽ സമ്മാനം കിട്ടിയിട്ടാ വന്നത്. 3 മിനിറ്റേ പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് സങ്കടമായി. ഞങ്ങൾ കുറെ കൂടെ കേൾക്കാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ മദറിനോട് ചോദിച്ചു, എന്താ കൂടുതൽ പറയാത്ത? മദർ പറഞ്ഞു, ഐ ഡോണ്ട് നോ വേർഡ്സ് ബട്ട് ഐ ഹാവ് ഓൺലി വിറ്റ്നസ്. എനിക്ക് വാക്കുകൾ അറിയാൻ പാടില്ല, എനിക്ക് എന്റെ സാക്ഷ്യമാണ് ഉള്ളത്. ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ബട്ട് ഐ ഹാവ് ദ വിറ്റ്നസ്. മദർ തെരേസ പാവങ്ങളോട് ഏറ്റവും കൂടുതൽ പക്ഷം ചേർന്ന ഒരമ്മയാണ്. പിതാവേ, നമ്മുടെ രൂപതയുടെ പശ്ചാത്തലത്തിലെ പാവങ്ങളോട് പക്ഷം ചേരുന്ന ഒരു നല്ല ഇടയനായിട്ട് പിതാവ് വിരാജിക്കാൻ ദൈവം ഇടവരുത്തട്ടെ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥവും പ്രാർത്ഥിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് കാട്ടി കൺഗ്രാജുലേഷൻസ്, ബെസ്റ്റ് വിഷസ് പിതാവേ.